സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്താണ് യൂണിവേഴ്സ് താങ്കളോട് പറയുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് ഞാൻ റാൻഡമിൽ എടുത്ത് വെക്കുന്നു. യൂണിവേഴ്സിന് പറയാനുള്ളതായതുകൊണ്ട് ഞാനൊരു പൊസിഷൻ ചെയ്യുന്നില്ല. 3 കാർഡുകൾ എടുത്തുകൊണ്ട് എന്താണ് യൂണിവേഴ്സ് ഇന്ന് താങ്കളോട് പറയുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് ഓക്കെ, റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ എന്നാണ് പറയുന്നത്, അടിച്ചു പൊളിക്കാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. രണ്ടാമത്തെ കാർഡ് ട്രാപ്ഡ് ആൻഡ് ഫിയർ. ഓക്കെ. മൂന്നാമത്തെ കാർഡ് നമുക്ക് എന്താണ് വന്നിരിക്കുന്നത്, ടെംപ്റ്റേഷൻ എന്ന് പറയുന്ന കാർഡാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 3 ഇതിൽ യൂണിവേഴ്സ് എന്താണ് പറയുന്നത് ചോദിച്ചപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ്. റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്കായിട്ട് സമയം കണ്ടെത്തണം, നമുക്കായിട്ടുള്ള ചില കാര്യങ്ങൾ, ചെറിയ ചെറിയ സന്തോഷങ്ങൾ. അത് വെള്ളടിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ പാനീയം കാണുമ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇത് റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തണം, സെൽഫ് ലവ്, സ്നേഹം എന്ന് പറയുന്ന ഒരു കാർഡാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കപ്പ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കാർഡാണ്. 2 എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ഭയങ്ങൾ, അത് കെട്ടുപൊട്ടിക്കണം എന്നുള്ളതാണ്. അത് കണ്ടറിയാം. ട്രാപ്ഡ് ആൻഡ് ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ പല കാര്യങ്ങളിൽ ഭയപ്പെട്ടിരിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കാര്യമില്ല. ഈ ഭയങ്ങളെന്ന് പറയുന്ന പലപ്പോഴും നമ്മളൊരു കണക്കുകൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ 90% നമ്മൾ ഭയക്കുന്ന കാര്യങ്ങൾ നടക്കാറില്ല, 10% മാത്രമേ നടക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് അവിടെ വെച്ച് കാണാം. വെറുതെ ഭയപ്പെട്ട് പ്രഷർ കൂട്ടണ്ട എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് ടെംപ്റ്റേഷൻ എന്ന് പറയുന്ന കാർഡാണ്. ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് പൊതുവേ നമുക്ക് പല കാര്യങ്ങളിൽ നിന്ന് ടെംപ്റ്റേഷൻ ഉണ്ടാവാറുണ്ട്. അത് ഉദാഹരണത്തിന് കടം വാങ്ങാൻ, പണയം വയ്ക്കാൻ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വാങ്ങാൻ. ഇപ്പോൾ പുതിയ പല ഓഫേഴ്സൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ കയ്യിലുള്ള കാശെടുത്ത് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുത്ത് എല്ലാം നമുക്ക് വാങ്ങാൻ തോന്നും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ ഓഫറുകൾ എന്തെങ്കിലും കണ്ടാൽ വാങ്ങരുത് എന്നാണ് പറയുന്നത്. കാരണം ഇതേപോലെ നിങ്ങളെ പലരും ടെംപ്റ്റ് ചെയ്ത് അത് വാങ്ങാൻ ശ്രമിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഐ വിഷ് യു എ വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.